ഭിന്നശേഷി കുട്ടികളുടെ പരിശീലന കേന്ദ്രമായ കായംകുളം മിസ്പ കേന്ദ്രത്തിൽ ക്രിസ്മസ് പുതുവത്സര ആഘോഷവും വാർഡ് മെമ്പറിന് സ്വീകരണവും നൽകുന്ന ചടങ്ങും നടത്തി വാർഡ് മെമ്പർ ബാബുജി ഉദ്ഘാടനം നിർവഹിച്ചു. ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ പരിശീലന കേന്ദ്രമായ കായംകുളം കാക്കനാട് മിസ്പ കേന്ദ്രത്തിൽ ക്രിസ്മസ് പുതുവത്സര ആഘോഷവും വാർഡ് മെമ്പറിന് സ്വീകരണം നൽകലും സംഘടിപ്പിച്ചു. മിസ്പയിലെ കുട്ടികളുടെ കരോളും കലാപരിപാടികളും നടന്നു. മിസ്പ സ്കൂൾ ഡയറക്ടർ പാസ്റ്റർ ബി സജി സ്വാഗതം പറഞ്ഞു. കഴിഞ്ഞ 23 വർഷങ്ങളായിട്ട് മിസ്പയിലും വിവിധ പ്രോഗ്രാമുകൾ അവതരിപ്പിക്കാറുണ്ട്. ഓണം കൊണ്ടാടാറുണ്ട്, മറ്റ് ചെറിയ ചെറിയ ആഘോഷങ്ങൾ കൊണ്ടാടാറുണ്ട്, ക്രിസ്മസ് കൊണ്ടാടാറുണ്ട്, ന്യൂ ഇയർ കൊണ്ടാടാറുണ്ട്. അങ്ങനെ വിവിധങ്ങളായ പ്രോഗ്രാമുകൾ എല്ലാ വർഷവും നമ്മൾ നടത്താറുണ്ട്. വാർഡ് മെമ്പർ ബാബുജി ഉദ്ഘാടനം നിർവഹിച്ചു. എന്റെ ലക്ഷ്യം ഞാൻ സ്നേഹിക്കുന്നവരുമായിട്ട് ഇടപെടലിൽ പോവുക എന്നതാണ് എൻ്റെ ഒരു കർത്തവ്യം. കഴിഞ്ഞ ദീർഘവർഷങ്ങളായിട്ട് ഈ ഒറ്റ വാർഡിൽ, അന്ന് ഈ വാർഡ് 15 അതിനുശേഷം 14 പിന്നെ 13 ഈ വാർഡിലെ ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കഴിയുന്നത്ര തർക്കങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് അവരുമായി സഹകരിച്ചു പോകുവാനിടയായിട്ടുണ്ട്. 13ാം വാർഡിൽ നിന്നും തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ബാബുജിയെ സ്ഥാപനത്തിന്റെ നേതൃത്വത്തിൽ സ്വീകരിച്ചു. PTA പ്രസിഡന്റ് സരസൻ സി നായർ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ ശോഭ സതീഷ് മുഖ്യ സന്ദേശം നൽകി. സ്കൂളിന്റെ പല വിഷയങ്ങളുണ്ട്. നിങ്ങൾ ഈ പറയുന്ന പോലെ ഒരു കുഞ്ഞിനെ നിങ്ങൾ ഒരു രക്ഷിതാവ് കാണുന്നുള്ളൂ, ഒരു കുഞ്ഞിന്റെ കാര്യമേ നിങ്ങൾ അറിയുന്നുള്ളൂ. എന്നാൽ ഇവിടെ താമസിക്കുന്ന അനേക കുഞ്ഞുങ്ങളുണ്ട്. ആ കുഞ്ഞുങ്ങൾ അക്രമാസക്തനാവുമ്പോഴ്, ബഹളം വെക്കുമ്പോഴ്, അല്ലെങ്കിൽ ഒരു ജന്നി വരുമ്പോഴ് ഞങ്ങൾ വിളിക്കുന്നത്, പെട്ടെന്ന് എന്നെ വിളിക്കും, ഞാൻ അപ്പോഴേ ബാബുച്ചനെ വിളിക്കും, അച്ഛാ ഓടി പറഞ്ഞേ. സ്റ്റാഫ് സെക്രട്ടറി ശ്രീലത അജിത്ത്, ബോർഡ് മെമ്പർ ആശിഷ് വർഗീസ് എന്നിവർ ആശംസാ പ്രസംഗം നടത്തി. തുടർന്ന് ക്രിസ്മസ് കേക്ക് മുറിച്ച് വിതരണം ചെയ്തു. മിസ്പയിലെ വിദ്യാർത്ഥികൾ വിവിധ കലാപരിപാടികളും അവതരിപ്പിച്ചു. അധ്യാപകരും സ്റ്റാഫ് അംഗങ്ങളും ഗാനം അവതരിപ്പിച്ചു. ഡയറക്ടർ PTA എക്സിക്യൂട്ടീവിനും മാതാപിതാക്കൾക്കും മിസ്പയിലെ ജീവനക്കാർക്കും ക്രിസ്മസ് പുതുവത്സര ആശംസകൾ നേർന്നു. CDN ന്യൂസ് കായംകുളം.